അപ്പോൾ പന്ന ടൈഗർ റിസർവ് തന്നെ കേട്ടോ. നല്ല അടിപൊളി കാടാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇതെല്ലാവിധ മൃഗങ്ങളുണ്ട്. മാനൊക്കെ കണ്ടിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. പോയി നോക്കാം. വേഗം കാട് കിടക്കണം ഇരുടാവുന്നതിൻ്റെ മുന്നേ. വലിയ പ്രശ്നമാണ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ എണീച്ചിട്ടോ. അപ്പം ഇന്നിപ്പോൾ 130 കിലോമീറ്റർ പോകാണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. അപ്പം കച്ചിറാവു ടെമ്പിളിൻ്റെ ആ ഭാഗത്ത് എവിടെയെങ്കിൽ സ്റ്റേ ചെയ്യണം. എന്നാൽ ഇവിടുന്ന് ഇറങ്ങാം. ഡ്രസ്സ് മാറ്റാൻ ഇറങ്ങാം. ഇതായിട്ട് ഒന്നല്ല നമ്മൾ നിന്നത് ഇവിടാണ്. സ്ഥലത്തിൻ്റെ പേരാണ് സത്ന. ഇവരെ ഒരുപാട് സിമെൻറ്റ് ഫാക്ടറികളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം കേട്ടോ. അത്യാവശ്യം വലിയ ടൗൺ തന്നെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ദീദി ഉണ്ടാക്കി വെച്ചാൽ. അപ്പം പുള്ളിക്കാരി ഇവിടുന്ന് ടീച്ചറാണ്. അപ്പോൾ രാവിലെ പോയി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ വിട്ട് കഴിഞ്ഞാൽ മൂപ്പരെ നാട് എന്ന് പറഞ്ഞാൽ ആരെ വിക്രം ഭായിൻ്റെ നാട് ഝാൻസിയിലാണ്. അവിടുന്ന് നാളല്ല മറ്റന്നാളല്ല അതിൻ്റെ വിറ്റിയാണ്. 3 ദിവസത്തിൽ നമ്മൾ അവിടെ എത്തും. അപ്പോൾ അവിടെ നിൽക്കാമെന്ന് പറഞ്ഞിരിക്കണേ. അപ്പോൾ ഭയങ്കര സ്നേഹമുള്ള മനുഷ്യ കേട്ടോ. അവിടെ മുമ്പേ അമ്മ എല്ലാവരും ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് ചെല്ലാൻ. അപ്പോൾ അവിടെ നിൽക്കാം. അപ്പോൾ എന്തായാലും സമയം ഏകദേശം ഇപ്പം 9:30 ആയി. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ ഇനിയിപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാം. അപ്പോൾ നമ്മളെന്തായാലും പോകാനുള്ള പരിപാടിയിലാണ് ഇവിടുന്ന്. വിക്രം ഭയ്യനോട് ടാറ്റ പറയാനുള്ള സമയമായി. Always a pleasure. Okay. Whenever you come next time. Yeah. We are really happy with you too. Yeah. അപ്പോൾ അത് മാത്രമല്ല എന്താണെന്ന് വെച്ചാൽ ഫുഡൊക്കെ പാക്ക് ചെയ്തിട്ടായിരുന്നു. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ജസ്റ്റ് എവിടെ നിർത്തി കഴിച്ചാൽ മതി. രാത്രിത്തേക്കുള്ള വെജിറ്റബിൾസും പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അതിൽ വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും പോവാ വരുന്നു. ഓക്കെ ബൈ. ഓക്കെ. Then okay. Bye. Okay. Take care. കുറച്ച് വഴി കാണോ, കുറച്ച് വഴി കൊണ്ടാ. എല്ലാരും പോട്ടെ. 15 ദിവസമായി ഒരു പഞ്ചർ ഇട്ടിട്ട്. എന്താ വരാത്ത ഇങ്ങനെ കുറേ നേരമായി വിചാരിക്കണ്. ഇന്നല്ല കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് എന്താ കിട്ടാത്തതെന്ന്. അപ്പോൾ വന്നിക്കണ്. അപ്പോൾ ഇനിയിപ്പോൾ പഞ്ചർ അടിക്കുക. 15 ദിവസമായിട്ട് എന്തായാലും കിട്ടിയിട്ട്. അപ്പം ട്യൂബുണ്ട് വേറെ, അത് മാറ്റിയിടാം. എന്നിട്ട് പോവാം. എന്നിട്ട് ഇവിടുന്ന് നല്ല സൗകര്യം കിട്ടുമ്പോൾ ഇവിടുന്ന് പഞ്ചർ അടിക്കുക.
കുടിച്ചു കഴിഞ്ഞ്. അപ്പം എന്നാൽ ഫുഡ് ഇവിടെ നിന്ന് തന്നെ കഴിക്കാം. വിക്രമായി പാക്ക് ചെയ്താൽ ഫുഡ് ഉണ്ട്. അപ്പോൾ അത് ഇവിടെ നിന്ന് കഴിക്കാം. കൈ കഴുകാൻ ചെറുതായിട്ടൊരു സെറ്റപ്പ് അവിടെ ഉണ്ട്. അവിടെ നിന്ന് കൈ കഴുകുകയും ചെയ്യാം. അപ്പം എന്നാൽ നമുക്ക് ഫുഡ് കഴിക്കട്ടോ. പ്ലേറ്റൊക്കെ സെറ്റപ്പാക്കി തന്നിട്ട് എന്തായാലും മുപ്പര്. കറി അപ്പം എന്തൊക്കെ ഉള്ളതെന്ന് പറയാം. ചോറുണ്ട്, കോഴിമുട്ടുണ്ട്, കറിയുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ചോറ് തിന്നാ എന്തായാലും. ആ മൂപ്പര് പാക്ക് ചെയ്ത് തന്നതിനെ കൊണ്ട് വലിയ കാര്യമായി. ആണെങ്കിൽ കഴിച്ചാൽ മതി, എവിടെയും നിർത്തുമൊന്നും വേണ്ട. ഇവിടെ അധികം ഷോപ്പ് കാര്യങ്ങളൊന്നുള്ള ഏരിയ ഒന്നും അല്ല. പിന്നെ കുറച്ച് അങ്ങോട്ട് പോയാൽ വല്ല ടൗണോ മറ്റോ ഉണ്ടെങ്കിൽ കിട്ടിയാലായി. എന്തായാലും കഴിക്കാം. കൊതിയൻ അക്രാന്ന് താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ. ആ വൈഫ് ഫോൺ എടുത്താ കണ്ടില്ലേ, ഭയങ്കര ആപ്പിളൊക്കെ കേട്ടോ തരുന്നത്. അപ്പം വൈകുന്നേരം ഇവിടെ കേക്കിയിട്ട് നമുക്ക് കഴിക്കുന്നതായാലും. താങ്ക് യു ഭയ്യ. ടാറ്റാ ബൈ. അപ്പോൾ ആപ്പിൾ കേൾക്കുക തന്നില്ലേനോ അവിടുന്ന്, അത് കേൾക്കുക. എന്നിട്ട് തിന്നട്ടോ, നല്ല വിശപ്പുണ്ട്. ഒരു ദാബേൻ്റെ മുന്നിലുണ്ടപ്പോൾ നിർത്തിയതാ.
പോയിക്കൊണ്ടിരിക്കുന്നത് പന്ന ടൈഗർ റിസർവ് കൂടെ. അപ്പോൾ ഏകദേശം വൈകുന്നേരമായി. അപ്പോൾ ഒരു 13-13 എന്തോ കിലോമീറ്റർ ഉണ്ട് ഈ ഫോറസ്റ്റ്. അപ്പം കുറച്ച് വൈകുന്നേരം ആകുമ്പോഴതിന് മുന്നേ, ഇരുട്ടാവുന്നതിൻ്റെ മുന്നേ എന്തായാലും അവിടെ സ്റ്റേ ചെയ്യാനുള്ള പരിപാടി നോക്കണം ഈ ഫോറസ്റ്റ് കഴിഞ്ഞിട്ടേ. അപ്പോൾ എന്തായാലും പോയി നോക്കാം. നല്ല രസമുള്ള കാടാട്ടോ. പന്ന ടൈഗർ റിസർവ് തന്നെ കേട്ടോ. നല്ല അടിപൊളി കാടാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇതെല്ലാവിധം മൃഗങ്ങളുണ്ട്. മാനൊക്കെ കണ്ടിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. പോയി നോക്കാം. വേഗം കാട് കിടക്കണം ഇവിടാവുന്നതിൻ്റെ മുന്നേ. വലിയ പ്രശ്നമാണ്. മോനെ പൊളി പൊളി. അപ്പോൾ കാട് കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള പരിപാടി നോക്കാം. സമയം 6 മണിയായി. ഇനിയിപ്പോൾ നോക്കിയില്ലേ പിന്നെ നേരം വൈകും. അപ്പോൾ നോക്കി നോക്കാം. സമയം വല്ലാണ്ട് ഇരുട്ടായി. അപ്പോൾ ഇവിടെ ഒരു ധാബുണ്ട്. അവിടെ ചോദിച്ചു നോക്കാം എന്താ അവസ്ഥ എന്ന്. ഇവിടെ ഒരു ധാബയിൽ ഇപ്പോൾ ചോദിച്ചപ്പോഴാണ് ഇവിടെ നിന്നോളാൻ. അപ്പോൾ ഇന്ന് രാത്രി ഇവിടെ നിൽക്കട്ടോ. എന്തായാലും ധാബക്കാരൊക്കെ നല്ല സപ്പോർട്ടാണ്. എവിടെ നിന്നാലും ഒരു അധികം ആൾക്കാരും വേണ്ടാന്ന് പറയില്ല, നിന്നോളാൻ തന്നെ പറഞ്ഞു. ഇതിലായിട്ട് ധാബക്കാരൊന്നും നിൽക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം 3-ാമത്തെ ദിവസമാണ് ധാബയിൽ. അടിപൊളിയാണ്.
അപ്പോൾ ഇവിടെ നിൽക്കുക എന്തായാലും, ഫുഡ് കഴിക്കാം, ഒരു കിടന്നുറങ്ങാം. രാത്രി കഴിക്കുക റൊട്ടി തന്നെയാണ്, കൂടെ ദാൽക്കറി പിന്നെ കോഴിമുട്ടക്കറി. അത് കഴിക്കാട്ടോ, എന്നിട്ട് കിടന്നുറങ്ങാം. അപ്പം എന്നാൽ കിടക്കാനുള്ള പരിപാടിയിലാണ് ദാബയിൽ. രാവിലെ എണീച്ചിട്ട് ഖജുരാഹോ ടെമ്പിളിൽ പോയി കാണാട്ടോ. അപ്പം എന്നാലും ഓക്കെ, ഗുഡ് നൈറ്റ്. പോലെ ഒരു മിനിറ്റ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്തോളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും കമൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് പറയാം.